നല്ല നാഥനെ നിനക്കായി ഞാൻ വേല ചെയ്യുവന്ത്യം വരെ. അല്ലൽ തീർന്നു നിൻ സവിധേ വരാതില്ല പാരിൽ വിശ്രമവും. അല്ലൽ തീർന്നു നിൻ സവിധേ വരാതില്ല പാരിൽ വിശ്രമവും. സ്വർഗനാട്ടിലെൻ പ്രിയൻ തീർത്തിടും സ്വന്ത വീട്ടിൽ ചേർന്നിടുവാൻ. മാമകാന്തനെ ഒന്നു കാണുവാൻ മനം കാത്തു പാർത്തിടുന്നു. മാമകാന്തനെ ഒന്നു കാണുവാൻ മനം കാത്തു പാർത്തിടുന്നു. ഹല്ലേലൂയ. നന്ദി കർത്താവേ, സ്തുതിക്കുന്നു കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ അളവുകൂടാതെ നിത്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അതിമനോഹരമായ നല്ല ദിവസത്തിനായി എടിയനങ്ങിയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അല്പസമയം ഉറങ്ങി ഉണർന്ന് എൻ്റെ കർത്താവിനെ ഒന്ന് പാടി സ്തുതിപ്പാൻ തക്കവണ്ണം അവിടുന്ന് സുബോധത്തോടും ആരോഗ്യത്തോടും എഴുന്നേൽപ്പിച്ചതോർത്ത് നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഈ സന്ദർഭത്തിൽ കർത്താവെ, എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ മക്കളെ അടിയൻ ഓർത്ത് പ്രാർത്ഥിക്കുകയാ. അവരുടെ പ്രാർത്ഥനാ വിഷയത്തെ തിരുസന്നിധിയിൽ സമർപ്പിക്കുക കർത്താവേ. അപ്പോൾ ഞങ്ങളുടെ കുടുംബത്തെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവിത പങ്കാളി ദാനമായി തന്ന ആണും പെണ്ണുമായ മക്കൾ, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ജയം, ഹല്ലേലൂയ, അവരുടെ ഭാവി, അവരുടെ ജോലി, അവരുടെ കുടുംബജീവിതം, തന്ന കൊച്ചു തലമുറകൾ, ഞങ്ങളായിരിക്കുന്ന ദേശം, ഞങ്ങൾ പാർക്കുന്ന ഭവനം, എല്ലാം കർത്താവിൻ്റെ ദാനം അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അപ്പോൾ ഞങ്ങൾക്ക് മുൻപോട്ട് ജീവിപ്പാൻ ആവശ്യമാർന്ന എല്ലാ ദൈവകൃപയും അനുഗ്രഹവും എൻ്റെ അപ്പച്ചൻ്റെ പക്കല ദാനമായി നൽകി തരേണ്ടതിനായി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ ജീവിത പങ്കാളിയെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ, ജയത്തോടൊക്കെ അവരെ നടത്തണമേ കർത്താവേ. എല്ലാ ആവശ്യവും ആഗ്രഹം പറഞ്ഞ് മാനിക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, സ്തോത്രം. കുഞ്ഞുങ്ങളുടെ പോക്കിലെ വരവിലൊക്കെ കൂടിയിരിക്കണേ, ആപത്തനത്തിൽ നിന്നെല്ലാം പിടിപ്പിച്ചുകൊള്ളണമേ. ശത്രു കാണല്ലേ അപ്പം അത് വിട്ട പിശാചി തുടരുതേ. പ്രാർത്ഥനയോടും ദൈവഭയത്തിലും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ വളരുവാൻ ഇടയാക്കണം നടിയനങ്ങിയോട് പ്രാർത്ഥിക്കുകയാണ് ഈ നല്ല സമയം. ഹല്ലേലൂയ കർത്താവേ, സ്തോത്രം സ്തോത്രം സ്തോത്രം. അപ്പാ ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ വിഷയത്തെയും തിരുമുൻപാകെ ഏൽപ്പിക്കട്ടെ കർത്താവേ. ദൈവമായ കർത്താവേ, ജോലി ചെയ്യുന്ന മക്കളെ സമർപ്പിക്കുന്നു. സമാധാനത്തോടും ആരോഗ്യത്തോടും തൻ്റെ കുഞ്ഞുങ്ങൾക്ക് ജോലി ചെയ്ത് നന്മകളെ പ്രാപിപ്പാൻ ഇടയാക്കിക്കാട്ട് കർത്താവേ. ജോലിയില്ലാതെ ഭാരപ്പെടുന്ന എല്ലാ മക്കളെയും ഏൽപ്പിക്കുന്നു കർത്താവേ. അപ്പോൾ ആ ജോലി ആഗ്രഹിച്ച് കാത്തിരിക്കുന്ന ഓരോ മക്കൾക്കും ഉപജീവനമാർഗത്തിൻ്റെ വഴികളെ തുറന്നു കൊടുക്കുന്ന കർത്താവ് അവിടുന്ന് ആകിയാൽ അതാ മനസ്സലിയണമേ, കരുണ കാണിക്കണമേ, അത്ഭുതം ചെയ്യണമേ നടിയനങ്ങിയോട് പ്രാർത്ഥിക്കുന്നു. അങ്ങ് വഴി തുറക്കുന്ന ദൈവമാ, ഉപജീവനമാർഗം ആഗ്രഹിക്കുന്ന ഓരോ മക്കൾക്കും കൊടുത്ത് സഹായിക്കണമേ കർത്താവേ. അനുഗ്രഹിക്കപ്പെട്ട കാര്യം ഓരോ മക്കളുടെ മേലും നീട്ടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊന്നും നിരാശപ്പെട്ടു പോകാൻ അനുവദിക്കല്ലേ. അഖിലാണ്ടത്തിൻ്റെ ഉടയവനെ, അങ്ങയ്ക്ക് കഴിയാത്തതായിട്ട് ഒരു കാര്യമില്ലല്ലോ. അവസ്ഥകളെ അറിഞ്ഞ് പ്രവർത്തിക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ഈ സമയം ഹല്ലേലൂയ, കുടുംബജീവിതത്തിൽ സമാധാനം അനുഭവിക്കാത്ത ജീവിതങ്ങളെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പലതിനെ ചൊല്ലി ഭാരപ്പെടുന്ന ഒരു കർത്താവ്, മദ്യപാനത്തിൻ്റെ ഗതിയിലായിരിക്കുന്ന ഒരു കർത്താവെ, കുടുംബജീവിതത്തിൽ ഒരു സ്വസ്ഥത അനുഭവിക്കാത്ത ജീവിതങ്ങളുണ്ട് കർത്താവെ. അപ്പൻ്റെ പരമയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. നാഥ, നിൻ്റെ സമാധാനം ഓരോ മക്കൾക്ക് നൽകുമാറാകണം നടിയൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്പോൾ നിൻ്റെ അദൃശ്യമാർന്ന കരം ഓരോ കുടുംബത്തെയും ചേർത്ത് പിടിക്കണേ. ആരും ചിഹ്നഭിന്നമായി പോകാൻ സമ്മതിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെയൊക്കെ കുടുംബജീവിതത്തെ അനുഗ്രഹിച്ചാട്ട്, ദൈവകൃപയിൽ ജീവിപ്പാൻ സഹായിച്ചാട്ട്, അവരെയൊക്കെ ഇത്രത്തോളം നടത്തി ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്, സ്തുതിക്കുക കർത്താവെ. വീണ്ടും കർത്താവ് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന കൊച്ചു തലമുറയുടെയൊക്കെ ബാലപീടിയിൽ നിന്ന് വിടുവിച്ച് വളർത്തി തന്നെ അപ്പാ, കൃപയിൽ ആശ്രയിച്ച് വളരുവാൻ അവരെ സഹായിച്ചാട്ട് കർത്താവെ. സ്തോത്രം സ്തോത്രം കർത്താവെ. ഈ സമയം കർത്താവെ, ഭവനമില്ലാത്ത മക്കളെ ഓർക്കുന്നവർക്ക് സ്വന്തമായി തലചായ്പാൻ ഭവനമൊരുക്കണമേ. ഭവനം പണിയുന്ന മക്കളെ സമർപ്പിക്കുന്ന അപ്പം അത് പൂർത്തീകരിച്ചതിൽ പാർക്കാനൊക്കെ നിൻ്റെ മക്കൾക്ക് ഭാഗ്യം കൊടുത്താട്ടപ്പാ. ദൈവമായ കർത്താവെ, കടഭാരത്തിന് നടുവിൽ കൂടി വലയുന്ന ജീവിതങ്ങളെ സമർപ്പിക്കുന്നു. അവരുടെ ബുദ്ധിമുട്ട് പൂർണ്ണമായും തീർത്തു കൊടുക്കുവാൻ സർവ്വശക്തൻ ഞങ്ങളുടെ അപ്പനാകിയാൽ അഖിലാണ്ടത്തിൻ്റെ ഉടയവനെ അവരോട് കരുണ കാണിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, സമയം ഹല്ലേലൂയ കർത്താവെ, വിദേശ രാജ്യത്തൊക്കെ കടന്നു പോകാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊതിയോടെ കാത്തിരിക്കുന്നു. അതിനായി പ്രയത്നിക്കുന്ന ഓരോ മക്കളെയും പേരുപേരായി സമർപ്പിക്കുന്നു. സ്വർഗത്തിലെ അപ്പച്ച ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ച് അവരാഗ്രഹിച്ച സ്ഥാനത്ത് എത്തിച്ചേരുവാൻ അനുഗ്രഹത്തിൻ്റെ വഴികളെ തുറന്നു കൊടുത്ത് മാനിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, സമയം ഹല്ലേലൂയ, പുതുവയസ്സിൽ പ്രവേശിച്ച മക്കളെ, കുടുംബജീവിതത്തിൽ പ്രവേശിച്ച മക്കളെ ഓർക്കുന്നു. അവരെ അനുഗ്രഹിച്ച് സഹായിക്കണേ, കൃപയിൽ കാത്തോണേ കർത്താവെ. പുതിയ നന്മ കൊടുത്ത് നിറയ്ക്കണമേ കർത്താവെ. ദൈവമായ കർത്താവെ, സമയം ഹല്ലേലൂയ,
ഞങ്ങളുടെ ചെറുതും വലുതുമായ എല്ലാ ആവശ്യങ്ങളും സ്തോത്രത്തോടെ അറിയിക്കുന്നു. സ്വർഗത്തിലെ അപ്പച്ചൻ ഇന്നുവരെയും കരുണയോടെ ഞങ്ങളെ ഓർത്തു അത്ഭുതം അതിശയമായി ഞങ്ങളെ നടത്തി. എല്ലാറ്റിനും ഞങ്ങൾ നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. വീണ്ടും ഹല്ലേലൂയ കർത്താവേ. വേർപാടിൻ്റെ ദുഃഖം അനുഭവിക്കുന്നവരെ സമർപ്പിക്കുന്ന സമാധാനത്തോടെ കാത്തുകൊള്ളണേ, പ്രത്യാശയോടെ ജീവിക്കാൻ സഹായിക്കണമേ. ദൈവമേ, ഞങ്ങളുടെ അനാഥരെയും വിധവകളെയും സമർപ്പിക്കുന്ന, രോഗികളെയും ദുഃഖിതരെയും സമർപ്പിക്കുന്ന, കഷ്ടമനുഭവിക്കുന്നവരെ ഓർക്കുന്നു. എൻ്റെ കർത്താവേ, ഈ സമയം ഹാലിൽ ഞങ്ങളുടെ രോഗികളുമായി കടന്നു വരുന്ന കർത്താവേ, ദൈവമായ കർത്താവ് എല്ലാ രോഗികളെയും ഉള്ളതുപോലെ കാണുന്നു. എല്ലാ രോഗവും അറിയാവുന്ന കർത്താൻ അവിടുന്നാണ് മരുന്നും വൈദ്യനും. എൻ്റെ കർത്താവെ, സൗഖ്യം കാത്ത് കിടക്കുന്ന തൻ്റെ മക്കൾക്ക് അവിടുത്തെ സൗഖ്യം അയക്കണമേ നടിയൻ അങ്ങോട്ട് പ്രാർത്ഥിക്കുക കർത്താവെ. ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, ഹാർട്ടിനും ലിവറിനും കുഴപ്പമുള്ളവർ കർത്താവെ, ഹല്ലേലൂയ. ഉദരസംബന്ധമായ രോഗമുള്ളവർ, വയറ്റിൽ മൊഴിയുള്ളവർ കർത്താവെ, സ്തോത്രം. ബ്ലീഡിങ്ങിൽ ഭാരപ്പെടുന്ന ജീവിതങ്ങൾ, കാഴ്ചയില്ലാത്തൊരു, കേൾവിയില്ലാത്തൊരു, ഓർമ്മയില്ലാത്തൊരു, ബുദ്ധിയില്ലാത്തവരെ, മാനസികമായ വിഭ്രാന്തിയിൽ കൂടി കടന്നു പോകുന്ന ജീവിതങ്ങൾ, ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഉള്ളവർ, തൈറോയിഡ് ഉള്ളവർ, ആസ്മയുള്ളവർ, അലർജി ഉള്ളവർ, തക്കസംബന്ധമായ രോഗമുള്ളവരെ എല്ലാം തിരുസന്നിധിയിൽ സമർപ്പിക്കുന്ന കർത്താവെ. കർത്താവ്, കൈകാൾക്ക് ചലനമില്ലാതെ വീൽചെയറുകളിലും കിടക്കുകളിലും ആയിരിക്കുന്നവർ, അതിവേദനകൾ കൂടി കടന്നു പോകുന്നവർ, നീർക്കെട്ടിനാൽ ഭാരമുള്ളവർ, തലമുടി മൊഴിയും കൊഴിയുന്നവർ കർത്താവെ, ആമേൻ. ഉറക്കമില്ലാത്ത ജീവിതങ്ങൾ കർത്താവ് എല്ലാവരെയും തിരുമുൻപാകെ കൊണ്ടുതരുന്നപ്പാ, സ്തോത്രം സ്തോത്രം. യൂറിക് ആസിഡും ക്രിയാറ്റിനുമുള്ള മക്കളുണ്ട് കർത്താവെ, സ്തോത്രം. കർത്താവെ, അലർജിയുടെ രോഗത്താൽ ഭാരമുള്ളവർ കർത്താവെ, കേൾവിയില്ലാത്തവർ, ഹല്ലേലൂയ, ആമേൻ, സംസാരശക്തിയില്ലാത്തവരൊക്കെ ഉണ്ട് കർത്താവെ. അവിടുത്തെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്ന നാഥ, മനസ്സലിവും കരുണയുമുള്ള ദൈവമേ, അങ്ങ് തൊട്ടവരും അങ്ങേ തൊട്ടവരും വിടുതൽ പ്രാപിക്കാതെ പോയിട്ടില്ല. ഞങ്ങളുടെ സൗഖ്യം കാത്തു കിടക്കുന്ന പ്രിയപ്പെട്ടവർക്ക് അവിടുത്തെ സൗഖ്യം നൽകണം. പ്രത്യേകിച്ച് ശ്വാസ സംബന്ധമായ രോഗാവസ്ഥയിൽ കൂടി കടന്നു പോകുന്ന ജീവിതങ്ങളെ, ഹല്ലേലൂയ, അതിവേദനയിൽ കൂടി, ആമേൻ, പ്രയാസത്തിൻ്റെ നടുവിൽ കൂടി കടന്നു പോകുന്നവർ, ഹല്ലേലൂയ, ഏൽപ്പിക്കുന്ന ആശുപത്രി മുറികളിലായിരിക്കുന്ന ജീവിതം കർത്താവെ, മനസ്സലിയണം, കരുണ കാണിക്കണം. സൗഖ്യം പ്രതീക്ഷിച്ച് കിടക്കുക കർത്താവ്. പ്രിയപ്പെട്ടവർ അത് ആഗ്രഹിച്ച് നിൽക്കുന്ന ദൈവമേ, അവരുടെ കണ്ണുനീരിന് മറികടക്കരുതേ. അവരുടെ പ്രാർത്ഥനാ ശബ്ദം കൈക്കൊള്ളണമേ കർത്താവെ. ആരോഗ്യത്തോടെ മടങ്ങി ഭവനത്തിലെത്തുവാൻ തക്കണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങൊരു വാക്ക് കൽപ്പിച്ചാൽ മതി, അങ്ങൊന്ന് തൊട്ടാൽ മതി, തൻ്റെ മകന് സൗഖ്യം ലഭിക്കും കർത്താവെ. ഹല്ലേലൂയ, ആരോഗ്യത്തോടെ മടക്കി കൊടുക്കണമെന്ന് അടിയൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ കർത്താവെ, സ്തോത്രം. യഥേഷ്ടം ശ്വസിപ്പാനുള്ള കൃപ, സൗഖ്യം അപ്പൻ നൽകിക്കാട്ടെ. എൻ്റെ കർത്താവേ, സ്തോത്രം സ്തോത്രം. വിവാഹപ്രായമായി ഞങ്ങളുടെ മക്കളെ ഏൽപ്പിക്കും തക്ക തുണ ഒരുക്കണം. അവരുടെ വിവാഹം നടക്കണം. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർക്ക് തലമുറയെ കൊടുത്ത് അനുഗ്രഹിക്കണേ അപ്പാ. നീ അത്ഭുതം ചെയ്ത ദൈവമായി കുഞ്ഞുങ്ങളോട് മനസ്സലിയണമെന്ന് അടിയൻ പ്രാർത്ഥിക്കുന്നു. ക്രിമിനലായിരിക്കുന്ന മക്കളെയും കാത്തുകൊള്ളണേ. മാസത്തിയോളം കൂടിയ സുഖപ്രസവം ഒരുക്കിക്കാട്ട് കർത്താവ്. ദൂരത്തും ചാരത്തുമായിരിക്കും നിങ്ങളുടെ എല്ലാ മക്കളെയും സൗഖ്യത്തോടും സമാധാനത്തോടും സംരക്ഷിച്ചാട്ട്. ഒരു ദോഷം തട്ടാതെ കർത്താവ് പരിപാലിക്കണം. ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമായിരുന്ന ദൈവകൃപയെ അനുഗ്രഹം തരണം. പാപം കൂടാതെ ജീവിക്കണം. അപ്പൻ്റെ ഇഷ്ടം ചെയ്യണം. അതിനായി ഞങ്ങളെ ഒരുക്കണം. ഞങ്ങളുടെ കുറവുകൾ കുറ്റങ്ങളെല്ലാം ക്ഷമിക്കണമേ. ഹല്ലേലൂയ കർത്താവ്. ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന ഓരോ ജീവിതങ്ങളുടെ മേലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി പ്രവർത്തിക്കണം. പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് സുവിശേഷ വേലകളെ, വേലക്കാരെ ഓർക്കുന്നു. ഭരണകർത്താക്കളെ ഓർക്കുന്നു. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണം. കൃപയിൽ അങ്ങ് പൊതിയണം. കൂടെയിരിക്കണം. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. സ്തോത്രം സ്തോത്രം സ്തോത്രം.